2021 LDC പരീക്ഷയിൽ ആലപ്പുഴ ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം 48.67 മാർക്കായിരുന്നു. എന്ന് വെച്ചാൽ ഈ 48.67 മാർക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മേടിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടും. പക്ഷേ ഈ ഒരു ആലപ്പുഴ ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 704 പേര് മാത്രമാണ് ഈ ഒരു മാർക്കും അതിൽ കൂടുതലും മേടിച്ച് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. അത്രയും കുറവ് ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഓർത്തേക്കാം ആലപ്പുഴ ജില്ലയിൽ കോമ്പറ്റീഷൻ കുറവായതുകൊണ്ടാണ് മറ്റുള്ള ജില്ലകൾ നോക്കിയാൽ അറിയാം തിരുവനന്തപുരമൊക്കെ ഭയങ്കര കൂടുതലായിരിക്കുമെന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ നമ്മൾ മറ്റുള്ള ജില്ലകളുടെ കാര്യം എടുത്ത് നോക്കിയാലും ഏകദേശം ഈ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫും വളരെ കുറവ് തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിൻ്റെ കട്ട് ഓഫ് ഏകദേശം 52-53 റേഞ്ച് ആയിരുന്നു. 1000-ന് മുകളിലാണ് തിരുവനന്തപുരത്തെ നിയമനം നോർമലി നടക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 52 ആയിരുന്നു. കൊല്ലം ജില്ല 54 റേഞ്ച് ആയിരുന്നു. അങ്ങനെ മിക്ക ജില്ലകളുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ 50-55 റേഞ്ചിലായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാചകമാണ്, അതിപ്പോൾ നിയമനം കൂടുതൽ നടക്കുന്ന ജില്ലയാണെങ്കിലും കുറവ് നടക്കുന്ന ജില്ലയാണെങ്കിലും ആദ്യത്തെ 100 റാങ്കിനുള്ളിലുണ്ടെങ്കിൽ ഏത് ജില്ലയാണെങ്കിലും ജോലി ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരാൻ വേണ്ടിയുള്ള പഠനമായിരിക്കണം നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. കട്ട് ഓഫ് എത്ര മാർക്കാണോ അതിനേക്കാളും ഒരു 10-15 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു നിലവാരത്തിലെത്തും, ജോലി കിട്ടുന്ന നിലവാരത്തിലേക്ക് എത്തും. സോ ആ ഒരു രീതിക്ക് വേണ്ടിയുള്ള പഠനം 100 ചോദ്യങ്ങളിൽ 100 മാർക്കിൽ ഒരു 65-70 അല്ലെങ്കിൽ 70-75 മാർക്കിന് വേണ്ടിയുള്ള പഠനം, അതാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്. ഇനി നമ്മുടെ മുമ്പിൽ എന്തായാലും ഒരു മിനിമം 4 മാസം LDC പരീക്ഷയ്ക്കുണ്ട്. ആ 4 മാസം ഇതുവരെ ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പഠിച്ച് അങ്ങനെ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഈ 4 മാസം എങ്ങനെ മെനക്കെടുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ LDC പരീക്ഷയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുവാണ്, ഇനി തൊട്ട് പഠിച്ചാലെന്ന് വെച്ചാൽ ചുമ്മാ പഠിച്ചാലൊന്നും പോരാ, കഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും. അത് യഥാർത്ഥ രീതിയിൽ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ച് ആ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് മറന്നു പോകാത്ത രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് LDC പരീക്ഷ അല്ലെങ്കിൽ ഈ ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പക്കായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക, പ്രീവിയസ് ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക, പ്രീവിയസ് ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും മാക്സിമം ചെയ്ത് നോക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 100 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാനെ പറ്റി. ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം 3 ഘട്ടങ്ങളായിട്ടാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്തത്. നിങ്ങളതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. വിശദമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറയാം. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് 40 ദിവസമാണ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് 30 ദിവസമാണ്. മൂന്നാമത്തെ ഫേസും 30 ദിവസമാണ്. ആദ്യത്തെ ഫേസായ 40 ദിവസത്തെ ഫേസ് 1-ൽ നിങ്ങൾ ഭൂരിഭാഗവും കംപ്ലീറ്റ് ചെയ്യേണ്ടത് പഠിക്കേണ്ടത് GKയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ്. GKയിലെ ഭരണഘടന, അതുപോലെ ഭൗതികശാസ്ത്രം, കേരളം, ഭരണ സംവിധാനം, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, കറണ്ട് അഫേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 40 ദിവസം കൊണ്ട് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് തന്നത്. ഇത്രയും കണ്ടൻറ്റ് ആദ്യത്തെ 40 ദിവസം കൊണ്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം. നിങ്ങൾ റാങ്ക് ഫയലൊക്കെ എടുത്താൽ കുറേ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ട് പേടിച്ച് പോകുമായിരിക്കും 4 വോളിയൊക്കെ കണ്ടാൽ. പക്ഷെ അതൊന്നും നോക്കാതെ നിങ്ങൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് ക്യാപ്സ്യൂൾ പോലെ പഠിച്ചാൽ, സിമ്പിളായിട്ട് മെനക്കെട്ട് പഠിച്ചാൽ ഈ 40 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ സാധിക്കും. ഇത്രയും കണ്ടൻറ്റ് ഈ 40 ദിവസം കൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ നോക്കിയാൽ പോലും ഈ ഒരു 40 ദിവസം കൊണ്ട് ഇനിയുള്ള 40 ദിവസം തീർക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പഠനം ഒരു നിലവാരത്തിലെത്തി എന്ന് പറയാൻ സാധിക്കും. കാരണം ആദ്യത്തെ നമ്മളിടുന്ന ആ ഒരു ടൈം സ്പാനിൽ ഉള്ള പഠനമാണ് നമ്മുടെ നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത്രയും 40 ദിവസം കൊണ്ട് ഇത്രയും പഠിക്കാൻ പറ്റുവാണെങ്കിൽ ബാക്കിയുള്ള ഫേസ് നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കും. അപ്പോൾ ആ രീതിയിൽ ആദ്യത്തെ 40 ദിവസം കൊണ്ട് GKയുടെ ഈ ഒരു കണ്ടൻറ്റ് തീർക്കുക. ഫേസ് 2-ലും ഫേസ് 3-ലും പഠിക്കേണ്ട കണ്ടൻറ്റ് ഇംഗ്ലീഷും മലയാളം അതുപോലെ ബാക്കിയുള്ള കണ്ടൻറ്റ് ഉൾപ്പെടുന്ന കണ്ടൻറ്റുകൾ ഡിവൈഡ് ചെയ്ത് പിന്നീട് ഞാൻ തരും. അതനുസരിച്ച് അതും പഠിച്ചു തീർത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം ഉൾപ്പെടുന്ന കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളൊരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് LDC സ്മാർട്ട് കോഴ്സ് എന്ന ഈ ഒരു കോഴ്സ് വാങ്ങിച്ചാൽ മതി. ഈ ഒരു കോഴ്സിൽ ഈ സ്റ്റഡി പ്ലാൻ പ്രകാരം ഞാൻ പറഞ്ഞ എല്ലാ കണ്ടൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫേസ് 1 എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗത്ത് പഠിക്കേണ്ട GKയുടെ കംപ്ലീറ്റ് പോർഷൻസ് ഓൾറെഡി ഈ ഒരു കോഴ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. GKയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സുകളും അതിൻ്റെ നോട്ട്സും എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഒരു വിപണിയിൽ നിന്നൊരു റാങ്ക് ഫയൽ മേടിക്കുകയാണെങ്കിൽ 4 വോളിയുള്ള റാങ്ക് ഫയലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വലിയ 4 ബുക്കുകളൊക്കെ എങ്ങനെ പഠിക്കണം ചിന്തിച്ചാൽ തന്നെ പലരുടെയും കിളി പോകും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനിയുള്ള 4 മാസം കൊണ്ട് ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ഒരു ക്യാപ്സ്യൂൾ പോലുള്ള പഠനമാണ് വേണ്ടത്. 100 ചോദ്യങ്ങളാണ് നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നത്. അതിൽ മാക്സിമം ചോദ്യങ്ങൾ ശരിയാക്കി ഒരു 70ഓളം മാർക്ക് മേടിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക, ഉയർന്ന റാങ്കിൽ നേടുക, ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരിക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ഒരു സ്മാർട്ട് വർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് പഠനമാണ് നിങ്ങൾ കാഴ്ചവെക്കേണ്ടത്.
മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം കാര്യങ്ങൾ പഠിച്ച് എത്രമാത്രം അറിവ് നേടുന്നു എന്നുള്ളതിലല്ല കാര്യം. പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് പഠിച്ച് പരീക്ഷയ്ക്ക് എത്ര എണ്ണം കറപ്പിച്ചു എന്നുള്ളതിലാണ് കാര്യം. PSC പരീക്ഷയുടെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നിങ്ങൾ പലരും PSC വർഷങ്ങളായിട്ട് പഠിക്കുന്നവർക്ക് നമ്മളെക്കാട്ടിലൊക്കെ ഭയങ്കര വിവരമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർക്ക് ഇതുവരെ ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇവർ യഥാർത്ഥ രീതിയിലുള്ള പഠനമല്ല കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് അത് പക്കായിട്ട് റിവിഷൻ ചെയ്ത് മറന്നു പോകാത്ത രീതിയിൽ പഠിച്ചു പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ് നമ്മൾ ഏകോപിപ്പിച്ച് ക്യാപ്സ്യൂൾ പോലെ കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫേസ് 1 പഠിക്കേണ്ട കംപ്ലീറ്റ് കണ്ടൻറ്റ്, വീഡിയോ ക്ലാസ്സുകളും നോട്ട്സും എല്ലാം ഉൾപ്പെടുന്ന കണ്ടൻറ്റ് ഓൾറെഡി നമ്മുടെ കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 40 ദിവസത്തിന് ശേഷം ഫേസ് 2 കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നതുമാണ്. അത് അടുത്ത 30 ദിവസം കൊണ്ട് ആ ഫേസ് 2 കണ്ടൻറ്റും പഠിച്ച് അതിൻ്റെ അടുത്ത 30 ദിവസം കൊണ്ട് ഫേസ് 3 ആഡ് ചെയ്യുന്ന കണ്ടൻറ്റും പഠിച്ച് ഈ പറയുന്ന 100 ദിവസം കൊണ്ട് നിങ്ങളെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഉറപ്പ് തരുന്നു LDC പരീക്ഷ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ പരീക്ഷയുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറന്നു പോകാത്ത രീതിയിൽ പഠിച്ചു തീർക്കുക. അങ്ങനെ പഠിച്ചു തീർത്താൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഹിയർ ദ നോട്ട്സ് എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഐഫോൺ യൂസ് ചെയ്യുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ LDC കോഴ്സ് എന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഐഫോൺ ആണെന്ന് പറഞ്ഞാൽ മതി. ഐഫോണിന് വേറൊരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി സമയം വളരെ കുറവാണ്. 3-4 മാസമേ നമ്മുടെ കൺമുന്നിലുള്ളൂ. ഈ സമയം നിങ്ങൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ അടുത്ത വർഷം ഇതേ സമയമൊക്കെ ആകുമ്പോൾ ഒരു സർക്കാർ ജോലി കിട്ടുന്ന ഒരു ലെവലിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. പലർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ജീവിതത്തിലുള്ളവരായിരിക്കും. ഞാൻ ഈ വർഷം ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തിന് മുകളിലാവുന്നു. പലരും PSC പരീക്ഷ അൾട്ടിമേറ്റ് ലക്ഷ്യത്തോടെയൊന്നും അല്ല വരുന്നത്. പല പാഷനും പലർക്കും ഉണ്ട്. ഫോട്ടോഗ്രാഫിയും അതുപോലെ സിനിമയും, അത് പല പാഷനും ആഗ്രഹങ്ങളുള്ളവരാണ് ബിസിനസ് പരമായിട്ടും ഒക്കെ. അപ്പോൾ അവർക്കെല്ലാം ഒരു സ്ഥിര ജോലി കിട്ടിയാൽ ഇതിൽ നിന്നുകൊണ്ട് അത് ചെയ്യാമല്ലോ എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർക്കൊക്കെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് LDC എന്ന് പറയുന്നത്. കാരണം ഇത് നല്ലപോലെ നിയമനം നടക്കുന്ന ഒരു തസ്തികയാണ്. നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടാം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ലീവ് എടുത്തുമൊക്കെ ചെയ്തു പോകും. എന്തായാലും നിങ്ങൾക്ക് തട്ടുകേട് പറ്റിയാലും ഇവിടെ ജോലി ഉണ്ടല്ലോ, അങ്ങനെ പോകും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ളവരും സ്ത്രീകൾക്കൊക്കെ എന്തെങ്കിലും ഒരു രീതിയിൽ ജോലി കിട്ടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നന്നായിട്ട് മെനക്കെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വന്നാൽ ഉറപ്പായിട്ടും ഏത് ജില്ലയാണെങ്കിലും ജോലിയാണ്. നിങ്ങളുടെ ജില്ലയിൽ ഇപ്പോൾ ഒരു 500 പേർക്ക് നിയമനം കിട്ടിയെങ്കിൽ ആ 500-ൽ ഒരാളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ലേ? നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് മൊത്തം കോമ്പീറ്റ് ചെയ്ത് അതിലൊരു ഉയർന്ന റാങ്ക് മാർക്കും മേടിച്ചാൽ മതി നിങ്ങൾക്ക് ജോലി കിട്ടാൻ. അല്ലാതെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികളോട് കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിച്ച് മുന്നേറുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, വരും ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഫീസിലൊക്കെ വേരിയേഷൻ വരുന്നതാണ്. സോ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.